LDF സർക്കാർ അധികാരത്തിലേറിയത് 2016 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമാണ്. ഈ 7 വർഷം പിന്നിടുന്നതിന് മുൻപ് തന്നെ ജയിലിൽ ചാടാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരുപാട് ഒഴിവുകളുണ്ട്. കാവൽക്കാരില്ലാത്ത സ്ഥിതിയിലാണ് ഇന്ന് ജയിലുള്ളത്. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. എന്താണ് ഇത്, ഇതിനാരാണ് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതുണ്ട്. നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പം മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി നവ്യ ഹരിദാസ് ഉണ്ട്. ചേച്ചി, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഇപ്പം RC അതായത് രാജീവ് ചന്ദ്രശേഖർജി വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വമാണ്. ഈ സംസ്ഥാനത്തിലെ 50% വരുന്ന സ്ത്രീജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഇന്ന് നമ്മൾ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ഇപ്പം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ജയില് ചാട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മഹിളാ മോർച്ച വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ സ്ത്രീകളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ വിഷമങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ, അവരിന്ന് സമൂഹത്തിൽ നേരിടുന്ന വിപത്തുകൾ, അതിന് പരിഹാരം കാണുന്ന പരിപാടികളും ആസൂത്രണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനാണ് മഹിളാ മോർച്ച ഉദ്ദേശിക്കുന്നത്. ചേച്ചി സൂചിപ്പിച്ചതുപോലെ സ്ത്രീ സുരക്ഷ ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ്. സൗമ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് പിച്ചിച്ചേന്തിയ നരാധമൻ ഗോവിന്ദചാമി കഴിഞ്ഞ ദിവസം ജയിലിൽ കടന്നൊരു സന്ദർഭം വരെ ഉണ്ടായി. അപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിന് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്കുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ തുടങ്ങിയതല്ല, മുൻപേ സർക്കാർ അങ്ങനെ തന്നെയാണ്. LDF സർക്കാർ അധികാരത്തിലേറിയത് 2016 മുതലുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇവിടെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമാണ്. വാളയാറിൽ 2 പിഞ്ചു പെൺകുട്ടികൾ അക്രമത്തിനിരയായി റേപ്പ് ചെയ്യപ്പെട്ട് കൊന്നു കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും അതിന്റെ പ്രതി എന്ന് സംശയിക്കുന്ന അല്ലെങ്കിൽ പ്രതിയായിട്ട് കണ്ടെത്തിയിട്ടുള്ള അർജുൻ എന്ന ഇടത് സഹയാത്രികനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ അതിൽ നിന്നും മോചിപ്പിച്ചെടുക്കുന്നതിനുള്ള നിലപാടുമായിട്ടാണ് സർക്കാർ മുൻപോട്ട് പോകുന്നത്. ഇതേ സാഹചര്യം തന്നെ സൗമ്യ കൊലക്കേസ് എന്ന് പറയുന്നത് കേരളക്കര വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ടില്ല. ഏതൊരു അമ്മയുടെ മനസ്സുലയ്ക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകമായിരുന്നു അന്ന് നടന്നിരുന്നത്. ഈ പ്രതിക്ക് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവിടെയും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ഒരു സിറ്റിങ്ങിന് മുടക്കേണ്ടി വരുന്ന വക്കീലിന്റെ സാന്നിധ്യത്തിൽ 7 വർഷമായി ചുരുക്കുകയും ഈ 7 വർഷം പിന്നിടുന്നതിന് മുൻപ് തന്നെ ജയിലിൽ ചാടാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ജയിലിൽ ചാടാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിന് അയാൾക്ക് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഒരു സഹായം ലഭിക്കാതെ ഒരു അംഗപരിമിതി ഉള്ള ഒരു വ്യക്തിക്ക്, ഒരു കൈയില്ലാത്ത ഒരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് ചാടിക്കടക്കാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ എങ്ങനെയാണ് അതീവ സുരക്ഷിതത്വമുള്ള ഒരു ജയിൽ എന്ന് സെൻട്രൽ ജയിലിനെ വിശേഷിപ്പിക്കുന്നത്? ഇപ്പൊ മറ്റു ജയിലുകൾ അത്ര സുരക്ഷിതമല്ല എന്ന് കരുതിയിട്ടാണ് സെൻട്രൽ ജയിലിലേക്ക് ഒരു പരിമിതിയുള്ള ഒരു വ്യക്തിക്ക് ചാടാൻ സാധിക്കുമെങ്കിൽ ആ ജയിലിന്റെ സുരക്ഷിതത്വത്തെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്. ഇതിനുശേഷം ഇപ്പൊ വന്നിരിക്കുന്ന പല വാർത്തകൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. അവിടെ ഒരുപാട് ഒഴിവുകളുണ്ട്. കാവൽക്കാരില്ലാത്ത സ്ഥിതിയിലാണ് ഇന്ന് ജയിലുള്ളത്. അവിടെയുള്ള ഒഴിവുകളൊക്കെ നികത്തിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ചുമതല ഏറ്റെടുക്കേണ്ട ഭരണകൂടം അതിൽ നിന്നും പുറകോട്ട് പോകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ജനജീവിതം, സ്ത്രീകളുടെ സുരക്ഷ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം തന്നെയാണ്. ഇപ്പം ഗോവിന്ദചാമി മാസങ്ങളോളം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നാണ് പറയുന്നത്. എന്നാൽ കൃത്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ എങ്ങനെ പ്രതികരിച്ചു, അല്ലെങ്കിൽ എന്താണ് ചെയ്തതെന്നാണ്? ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണിത്. ഇദ്ദേഹം ജയിലിൽ ചാടാൻ വേണ്ടി ഭക്ഷണം കുറച്ച് ചപ്പാത്തി മാത്രം കഴിച്ചു എന്ന് പറയുന്നതും ശരീരഭാരം കുറച്ചു എന്ന് പറയുന്നതും ഇതൊന്നും കേട്ടുകൊണ്ട് ഈ ശരീരഭാരം കുറച്ചുകൊണ്ട് 2 തുണി കൂട്ടിക്കെട്ടി 2 മുണ്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു സെൻട്രൽ ജയിലിൽ നിന്നും പുറത്ത് ചാടാൻ പറ്റുമെന്നൊന്നുമുള്ള ഒരു കാര്യങ്ങൾ വിശ്വസിക്കുന്നവരല്ല മലയാളികൾ. അതുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിർത്തി കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്തുകൊണ്ട് 1-2 വ്യക്തികളെ സസ്പെൻഡ് ചെയ്തത് കൊണ്ടല്ല ഇവിടെ കാര്യം പരിഹരിക്കേണ്ടത്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തിക്കൊണ്ട് എന്താണ് ഇത്, ഇതിനാരാണ് ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടതുണ്ട്. മഹിളാ മോർച്ചയുടെ അധ്യക്ഷയായിട്ട് ചുമതലയേറ്റിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ തീരുമാനിച്ചത്? ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിലക്കയറ്റം എന്ന് പറയുന്നതും പണപ്പെരുപ്പം എന്ന് പറയുന്നതും നമ്മുടെ സംസ്ഥാനത്തെ ഉലയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. ദേശീയ ശരാശരി പണപ്പെരുപ്പം 2.1% നിലനിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അത് 3 ഇരട്ടിയാണ്. 6.71% റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആക്സെപ്റ്റബിൾ അല്ല. 6% എന്നുള്ള RBI വെച്ചിരിക്കുന്ന ഒരു കണക്കിന് ഉപരിയായിട്ട് നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണ്.
അപ്പോൾ അതിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ വന്നുകൊണ്ട് നിത്യോപയോഗ വസ്തുക്കൾ ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് മഹിളാ മോർച്ച. തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ച എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ, പ്രതിഷേധ കഞ്ഞി വെച്ചുകൊണ്ടുള്ള പരിപാടികളും തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രതിഷേധ കഞ്ഞി വെക്കുന്നുണ്ട്. ഈ കർക്കടക മാസം പണ്ട് പറയുന്ന തരത്തിൽ പഞ്ഞമാസമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതിന്റെ സൂചകമായിട്ടാണ് കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുന്നത്. അടുക്കളയുടെ ബഡ്ജറ്റ് ഒക്കെ ആകെ താളം തെറ്റിയിരിക്കുകയാണ്. വെളിച്ചെണ്ണ വില 500-നോട് അടുത്തെത്തി. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കഞ്ഞി വെച്ച് പ്രതിഷേധിക്കുകയാണ്. എന്തൊക്കെയായാലും ആശംസകൾ ഒരിക്കൽ കൂടി. താങ്ക് യു. ശരി.